ഓക്കെ. അപ്പം ഞാൻ ആഷിക. ഞാൻ ജാമ്യ മിലിയയിൽ MSc ചെയ്യാണ് ബയോടെക്നോളജിയിൽ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഫാക്കൽറ്റി ഓഫ് ലൈഫ് സയൻസിനെ പറ്റിയിട്ടാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം ഫാക്കൽറ്റി ഓഫ് ലൈഫ് സയൻസ് മെയിൻ ക്യാമ്പസിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ്. ജാമ്യക്ക് മൊത്തം 23 ഗേറ്റ് ഉണ്ട്. 23ാമത്തെ ഗേറ്റ് ആണ് നമ്മളെ ഗേറ്റ്. ഫാക്കൽറ്റി ഓഫ് ലൈഫ് സയൻസിൽ 3 ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ളത്. 2 ഡിപ്പാർട്ട്മെന്റ്സും ഒരു സെന്റർ ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസും ഉള്ളത്. അതിൽ ഒന്ന് ബയോടെക് ഡിപ്പാർട്ട്മെന്റ് ആണ്. ബയോടെക് ഡിപ്പാർട്ട്മെന്റ് ബയോടെക്നോളജി MSc BSc മാത്രമാണ് പ്രൊവൈഡ് ചെയ്യണത്. ബയോസയൻസ് ബയോസയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബയോ കെമിസ്ട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതേമാതിരി മൈക്രോബയോളജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സെന്റർ ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസിൽ ബയോഫിസിക്സിന്റെ മാസ്റ്റേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബയോഫിസിക്സും അതേപോലെ തന്നെ ലൈഫ് സയൻസ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സും കൂടിയും. ഈ കോഴ്സ് ഈ കഴിഞ്ഞ വർഷം പുതിയതായിട്ട് വന്ന കോഴ്സാണ്. അതൊരു ബാച്ചിലേഴ്സ് കോഴ്സാണ്. അതേപോലെ ബയോസയൻസ് ഡിപ്പാർട്ട്മെന്റിൽ ബയോകെമിസ്ട്രി സെൽഫ് ഫൈനാൻസിങ് കോഴ്സാണ്. അതേമാതിരി മൈക്രോബയോളജിയും സെൽഫ് ഫൈനാൻസിങ് ആണ്, പക്ഷെ അത് ഈവനിങ് ബാച്ചാണ്. ബയോകെമിസ്ട്രി നോർമൽ ആയിട്ടുള്ള ബാച്ചാണ്. പിന്നെ ബയോടെക്കിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ബയോടെക് മൊത്തം 42 സീറ്റാണ് ഉള്ളത്. അതിൽ 32 സീറ്റ് ജാമ്യന്റെ എൻട്രൻസ് വഴിയും ബാക്കി 10 സീറ്റ് ഒരു NDA നടത്തുന്ന ഒരു എക്സാം ഉണ്ട്, GADB എന്ന് പറഞ്ഞിട്ട്. അതിലൂടെയാണ് ആൾക്കാരെ എടുക്കുക, 10 ആൾക്കാരെ എടുക്കുക. അപ്പം GADB ഔട്ട് ഓഫ് 240 ആണ് നടക്കുക. അപ്പം 240ൽ ഒരു 160 180ന്റെ നടുക്കിൽ മാർക്സ് ഉണ്ടായാലും നമുക്ക് എളുപ്പത്തിൽ ജാമ്യയിൽ കയറാൻ പറ്റും. ആൻഡ് GADB-യിലൂടെ കയറുന്നവർക്ക് സ്റ്റൈപ്പൻഡും ഉണ്ടാവും, 5000 റുപ്പീസ് പെർ മന്ത്. ഈ ബയോടെക്കിന്റെ ജാമ്യന്റെ എക്സാം, ഇനി ബയോടെക് മാത്രമല്ല, ബയോടെക്കും ബയോസയൻസും ബയോകെമിസ്ട്രി മൈക്രോബയോളജി ഈ എല്ലാ കോഴ്സിന്റെയും കേസിൽ ജാമ്യന്റെ എൻട്രൻസ് എന്ന് പറയുമ്പം പ്യുവർലി ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പൊ നമ്മൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി എന്താന്ന് വെച്ചാൽ നമ്മൾ സിലബസ് എടുക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുക, അതിൽ കമ്പയർ ചെയ്യുക. എന്നിട്ട് ഏത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പേപ്പറിന് ഏത് പാർട്ടിൽ നിന്ന് ആ ക്വസ്റ്റ്യൻസ് ചോദിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് ആ പാർട്ട് നമ്മൾ നല്ലോണം ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ കുറെ നമ്മൾ കണ്ടാൽ മനസ്സിലാവും ഈ ഒരു ഭാഗത്ത് നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. അത് കണ്ടിട്ട് നമ്മൾ ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മതി. പിന്നെ ഈ ബയോഫിസിക്സിന്റെ എൻട്രൻസ് എന്ന് പറയുമ്പം ബയോഫിസിക്സ് ആണ്. അതിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഈ 4 സബ്ജക്ട്സ് ഉണ്ടാവുക. അതേമാതിരി ബയോടെക്കും ബയോസയൻസിന്റെയും കേസിൽ ഫിസിക്സ് ഉണ്ടാവില്ല, പക്ഷേ ബയോളജി കെമിസ്ട്രി ആൻഡ് മാത്സ് ഉണ്ടാവും. പിന്നെ ഓൾമോസ്റ്റ് എല്ലാം എളുപ്പം തന്നെയാണ്. നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച ബയോളജി ഒന്ന് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യുക. പിന്നെ നമ്മളെ +1 +2 കെമിസ്ട്രി നല്ലോണം നോക്കുക. അതേമാതിരി നമ്മളെ 10th 11th 12th മാത്സ് നല്ലോണം നോക്കുക. മാത്സ് മോസ്റ്റ്ലി ഈ പ്രോബബിലിറ്റി സെറ്റ് പിന്നെ ഉണ്ടാവും ചെറുതായിട്ട് ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷെ അതിലേക്ക് അതുണ്ടാവുന്ന വെച്ചാൽ അത് മാത്രം ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേവേം എന്താ പറയാ വേവേം കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന ടോപ്പിക്സ് എടുത്തിട്ട്, അതേമാതിരി ഞാൻ പറഞ്ഞല്ലോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നമ്മൾ അതിന്ന് ഏത് ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് വെച്ചാൽ അത് മാത്രം എടുത്ത് പഠിച്ചാൽ മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും ജാമ്യന്റെ എൻട്രൻസ്. പിന്നെ ഇങ്ങനൊക്കെ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ എക്സാം ഉണ്ടാവല്. പിന്നെ എക്സാമിന്റെ സെന്റർ എനിക്ക് തോന്നുന്നത് ജാമ്യ തന്നെ ഉണ്ടാവുള്ളൂ. അതേപോലെ സീറ്റ്സും കാര്യങ്ങളും പറയുകയാണെങ്കിൽ ബാക്കി ഇപ്പം ബയോടെക്കിന് ഞാൻ പറഞ്ഞല്ലോ, ബയോസയൻസ് ബയോകെമിസ്ട്രി മൈക്രോബയോളജിയിലൊക്കെ 32 സീറ്റാണ് ഉള്ളത്. അതേമാതിരി ബയോഫിസിക്സിൽ 20 സീറ്റേ ഉള്ളൂ. പിന്നെ ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് ഉണ്ട്, MSc ബയോ ഇൻഫോർമാറ്റിക്സ്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതൊരു സെൽഫ് ഫിനാൻസിങ് കോഴ്സാണ്. അവിടെ ഇതൊക്കെ തന്നെയാണ് ലൈഫ് സയൻസിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ക്ലിയർ ആക്കാം. താങ്ക് യു അഷിക. ഇനി ആർക്കെങ്കിലും